കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 21 ദിവസമായിട്ട് മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. 50 ലക്ഷം രൂപ ഇവിടെ അടയ്ക്കാനുണ്ട്. 25 ലക്ഷം രൂപ അടച്ചിട്ടുള്ളൂ. എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല സഹായിക്കാൻ. ബില്ലടച്ചാൽ മാത്രമേ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും എന്നെ സഹായിക്കണം. പ്രിയമുള്ളവരെ, റഫീഖാണ്. ഞാനിപ്പോൾ ബാംഗ്ലൂർ മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള വിജയലക്ഷ്മിയുടെ കരളും കിഡ്നിയും 21 ദിവസം മുമ്പ് മാറ്റിവെച്ചതാണ്. ഏകദേശം 50 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ നിന്ന് എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 25 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ അടച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഡിസ്ചാർജ് പോലും വൈകുന്നത് ബാലൻസ് എമൗണ്ട് അടക്കാത്തതുകൊണ്ട് മാത്രമാണ്. വിജയലക്ഷ്മിക്ക് ആകെ ഉള്ളത് അമ്മയും അനുജനും മാത്രമാണ്. അവരെ കൊണ്ട് യാതൊരുവിധ നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ഇവർക്ക് നിങ്ങളോടല്ലാതെ വേറെ ആരോടും സഹായം അഭ്യർത്ഥിക്കാനില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. മോള് വിജയലക്ഷ്മിയാണ്. 21 ദിവസം സർജറി കഴിഞ്ഞിട്ട് 50 ലക്ഷം രൂപ അടയ്ക്കാനുള്ളത്. 25 ലക്ഷം രൂപ അടച്ച് ഇനി 25 ലക്ഷം കൂടി അടയ്ക്കാനുണ്ട്. പൈസ അടച്ചെങ്കിൽ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും എൻ്റെ കൊച്ചിന് വേണ്ടി സഹായിക്കണം, ഒന്നും കൂടി സഹായിക്കണം, എല്ലാവരോടും അപേക്ഷിക്കുക. എൻ്റെ പേര് വിജയലക്ഷ്മി എന്നാണ്.